ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. സ്വർഗത്തിൻ്റെ വാതിലിൽ മുട്ടുക. ആമേൻ. എന്നാൽ എന്ത് ചെയ്യും? അത് നിങ്ങൾക്കായി തുറന്നു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യവും നമുക്ക് കർത്താവിനോട് സംസാരിക്കാം. നമ്മുടെ കർത്താവ് സ്നേഹനിധിയാണ്, അപ്പയാണ്, നല്ല പിതാവാണ്. നമ്മുടെ ഭൂമിയിലെ അപ്പനേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന നല്ല പിതാവായതുകൊണ്ട് നമ്മൾ ആ നിലയിൽ ആദ്യമേ കാണണം. എന്നിട്ട് വേണം ചോദിക്കാൻ. നല്ല സ്വർഗീയ പിതാവായിട്ട് കണ്ട് മക്കൾ എന്ന നിലയിൽ നമ്മൾ ചോദിക്കണം. കർത്താവിനോട് ചോദിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ അത് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ തുറക്കുക എന്ന് പറഞ്ഞാൽ ഏത് വാതിലാണ് തുറക്കുന്നത്? സ്വർഗത്തിൻ്റെ വാതിലാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. സ്ഥിരോത്സാഹമുള്ള ഓരോ വ്യക്തിക്കും അവൻ ആവശ്യപ്പെടുന്നത് ലഭിക്കുക തന്നെ ചെയ്യും. സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ മുട്ടുന്ന എല്ലാവരും ഒരു ദിവസം ആ വാതിൽ തുറന്ന് കണ്ടെത്തും. അപ്പോൾ പ്രാർത്ഥനയിൽ എന്തുണ്ടാകണം? നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാകണം. നിരന്തരമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പലരുടെയും പ്രശ്നം നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത നമ്മൾ ഉണ്ടാക്കാറില്ല. സ്ഥിരമായി ചോദിക്കണം, സ്ഥിരമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ ഒരു സമയവും സാഹചര്യവും കണ്ടെത്തി അതിൽ നമ്മൾ സ്ഥിരമായി ദൈവത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി വാതിലുകളെ കർത്താവ് തുറന്നു തരും. എന്നിട്ട് കർത്താവ് അതിന് ഉദാഹരണം പറയും. ആമേൻ. നിങ്ങളിൽ ഒരുവൻ അപ്പനോട് മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ കൊടുക്കുന്ന അപ്പന്മാരുണ്ടോ? മീനോ അപ്പോ ഒക്കെ ചോദിക്കും പാമ്പിനെയും തേളിനെയും ഒക്കെ പിടിച്ചു കൊടുക്കുന്ന അങ്ങനെ വല്ലവരും ഉണ്ടോ? ഇല്ല. മക്കൾ മുട്ട ചോദിച്ചാൽ ചിലന്തിയെ കൊടുക്കുന്ന അപ്പന്മാരുണ്ടോ? ഇല്ല, അങ്ങനെ ആരുമില്ല, തീർച്ചയായും ഇല്ല. അപൂർണമായും അതെങ്കിൽ ഈ ലോകത്തിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് സ്നേഹപൂർണ്ണം പരിപാലിക്കാനും അവർക്ക് ആവശ്യമുള്ളത് നൽകാനും അറിയുന്നു എങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് അധികമായി നമുക്ക് നൽകും. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം. ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ ചോദിക്കുവാൻ. നമ്മൾ പലപ്പോഴും കർത്താവിനെ തിരിച്ചറിയാതെ ഈ വഴക്കുണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും ദൈവത്തോട് ചോദിക്കുന്നു. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് സ്വർഗീയ പിതാവാണ്, സ്നേഹനിധിയായ പിതാവാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നൽകുവാൻ ദൈവം മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ദോഷമായിട്ട് നമ്മുടെ കർത്താവ് ഒന്നും നമുക്ക് ചെയ്യത്തില്ല. നമ്മുടെ കർത്താവ് തിന്മയ്ക്കായിട്ട് നമുക്കൊന്നും വരുത്തത്തില്ല. ഒരു പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവേ എന്താ എനിക്കത് ലഭിക്കാതെ പോയത്, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ലഭിച്ചാൽ, ചില കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലതായിരിക്കുമെന്ന്, പക്ഷെ അതിൻ്റെ പിൻപിലുള്ള പിന്നാമ്പുറം കർത്താവിന് മാത്രമല്ല അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ അത് വൈകുന്നത്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വമാണ് ചോദിക്കുക. അപ്പനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം അങ്ങനെ എനിക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പിന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു, കർത്താവേ അങ്ങനെ ഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അങ്ങനെ ഹിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറാവുള്ളൂ. ഒരിക്കൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞില്ലേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, പക്ഷേ അത് ദൈവഹിതമാണെങ്കിൽ മതി. ഞാനിത് ഈ പാനപാത്രം എടുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ നോ പ്രോബ്ലം, അല്ല എന്നുണ്ടെങ്കിൽ ദൈവഹിതമല്ലെങ്കിൽ മാറിപ്പോകണം. പ്രാർത്ഥനയിൽ മുന്നേറുക. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ ജയാളിയായി മുന്നേറുക തന്നെ ചെയ്യും.